Friends, welcome back to our channel. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയലായിട്ടാണ്. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നതല്ലേ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയലാണ് ചെയ്തിട്ടുള്ളത്. പാർട്ടിക്കും അതേപോലെ എല്ലാ ഫങ്ഷൻസിനും പോകാനൊക്കെ പറ്റുന്ന ഒരു സിമ്പിൾ മേക്കപ്പ് ട്യൂട്ടോറിയലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഗൈസ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റോസ് ഹിപ്പിൻ്റെ ഒരു ഓയിലാണ്. ഓയിൽ ഉണ്ടായാൽ നല്ലൊരു ബേസ് കിട്ടും. ഇതിനു മുമ്പ് ഞാൻ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ഒരു സ്മൂത്തായിട്ടുള്ള ഒരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ കളർ കറക്റ്റ് ചെയ്യാണ്. എനിക്ക് ഡാർക്ക് സർക്കിൾസൊക്കെ ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ കളറ് പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു ടിൻറ്റ് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, കുറേ കൂടുതലാവാൻ പാടില്ല. എന്നിട്ട് ഞാൻ അതൊന്ന് പൗഡർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. എന്നാൽ മാത്രമേ അത് ട്രാൻസ്ഫർ ചെയ്യാതിരിക്കുള്ളൂ, ബാക്കിയുള്ള കൺസീലറിലൊക്കെ പിഗ്മെൻ്റ് ആവാതിരിക്കുള്ളൂ. ഞാൻ LA Girlന്റെ കളർ കറക്റ്റർ LA Girlന്റെ കൺസീലറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് യൂസ് ചെയ്യുന്ന ഷെയ്ഡ് പ്യുർ ബേജ് ആണ്. ഇത് ഞാൻ ഐലീഡിലൊരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ട്, ഐ മേക്കപ്പിനൊരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഐലീഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഐലീഡിൽ നമ്മളിപ്പോൾ ഒരു കൺസീലർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ലൈറ്റ് കവറേജ് ഉള്ള ഒരു കൺസീലറാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. എന്നിട്ട് ഞാൻ പൗഡർ സെറ്റ് ചെയ്യാണ്. ആ കളർ കറക്റ്ററൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കൺസീലറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഹുദ ബ്യൂട്ടിയുടെ പാലറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് 9 കളർ ഹുദ ബ്യൂട്ടിയുടെ ടോപ്പാസ് ഒബ്സഷൻ പാലറ്റാണ് എടുത്തിട്ടുള്ളത്. അതിലെ ഒരു ബ്രൗൺ കളർ എടുത്തിട്ട് ഞാൻ ക്രീസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് അപ്ലൈ ചെയ്താൽ ഒന്നുകൂടി കളറ് പിഗ്മെൻറ്റേഷനൊക്കെ കിട്ടും. എന്നിട്ട് അതിലെ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഒന്നുകൂടെ ക്രീസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, റൗണ്ടായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ആ കളർ അവിടെ തന്നെ ഇങ്ങനെ നിന്നോളും. എന്നിട്ട് ഞാൻ ഔട്ടർ കോർണറിലും ജസ്റ്റ് ഒന്ന് ആ ഷെയ്ഡ് തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് ഒരു ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് തന്നെയാണ്, പാക്കിൻ്റെ ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ഞാനിവിടെ കുറേ ഐ മേക്കപ്പ് ബ്രഷസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, 2 മേക്കപ്പ് ബ്രഷ് യൂസ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ഒരു ഗ്ലിറ്റർ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ഗോൾഡൻ ഗ്ലിറ്റർ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഗോൾഡൻ ഗ്ലിറ്റർ ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എടുത്തിരുന്ന ആ ബ്രൗൺ കളർ തന്നെ എടുത്തിട്ട് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഒരു പെൻസിൽ ബ്രഷ് എടുത്തിട്ട്, ഇതും പ്രോആർട്ടിൻ്റെ പെൻസിൽ ബ്രഷാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു പ്രിസിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് പെൻസിൽ ബ്രഷ് എടുത്തിട്ട് ഞാൻ ആ ഗ്ലിറ്റർ അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് ആ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം അവിടെ 2 കളറായി ഇങ്ങനെ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, 2 കൂടി ബ്ലെൻഡ് ആയത് പോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് മൈക്രോ ഫിക്സറില്ല, പാക്കിൻ്റെ ഫിക്സ് ചെയ്യുന്ന ഫിക്സർ വെച്ചിട്ട് ഞാൻ ഒരു ഐലൈനർ ബ്രഷിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു സിൽവർ കളർ, നിങ്ങളടുത്ത് ഐലൈനർ ഉണ്ടെങ്കിൽ, ഗ്ലിറ്റർ ഐലൈനർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഇവിടെ എൻ്റെ അടുത്ത് ലൈനർ ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അത് വെച്ചിട്ട് ആ സെൻറ്ററിൽ വരെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്യാം. കൺസീലർ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് ടൂഫേസിൻ്റെ വാം ബേജ് എന്ന് പറയുന്ന ഷെയ്ഡാണ് എൻ്റെ ഷെയ്ഡ്. അതാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ കൺസീലറിൻ്റെ ബ്രഷ് ഞാൻ എടുത്തിട്ടുള്ളത് പാക്കിൻ്റെ 219 എന്ന് പറയുന്ന ബ്രഷാണ് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യൽ. പിന്നെ ഞാൻ 2 ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്. 2 ഫൗണ്ടേഷൻ, വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഫൗണ്ടേഷനും അതേപോലെ ഫിസിഷ്യൻ ഫോർമുലയുടെ ഫൗണ്ടേഷനും കൂടി വെച്ചിട്ട് 2 കൂടി വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പാക്കിൻ്റെ ഫൗണ്ടേഷൻ ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട്
ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഫൗണ്ടേഷൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന ഫൗണ്ടേഷൻ ആയതുകൊണ്ട് തന്നെ ഫൗണ്ടേഷൻ ബ്രഷ് വെച്ച് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ആവും. ചില ഫൗണ്ടേഷൻ ബ്രഷ് വെച്ചാൽ ബ്ലെൻഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ബ്യൂട്ടി സ്പഞ്ച് വെച്ചിട്ട് ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്നിട്ട് ക്രീസ് ചെയ്യാതിരിക്കാനും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പൗഡർ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ മാക്കിൻ്റെ മെൽബ എന്ന് പറയുന്ന പൗഡർ ബ്ലഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലഷ് അതൊരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ, എവറിഡേ ഷെയ്ഡാണ്. എന്നിട്ട് നാസിൻ്റെ ഹൈലൈറ്റർ വെച്ചിട്ട് ഫോർട്ടെ ഫ്രാൻസ് ആണ് അതിൻ്റെ ഷെയ്ഡ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു നാച്ചുറൽ ഹൈലൈറ്ററാണ്. അതും ഞാൻ ആ പൗഡർ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേ ബ്രഷസിൻ്റെ ആവശ്യമൊന്നുമില്ല, കുറച്ച് ബ്രഷസ് മാത്രം മതി ഇതെല്ലാം അപ്ലൈ ചെയ്യാൻ. ഇനി കോൺട്ര ചെയ്യാണ്. എലഗാളിൻ്റെ കോൺട്ര വെച്ചിട്ടാണ് കോൺട്ര ചെയ്യുന്നത്. എസ്പ്രെസോ ആണ് അതിൻ്റെ ഷെയ്ഡ്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നോസും ഒന്ന് കോൺട്ര ചെയ്യാണ്. നോസ് പോയിന്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കോൺട്ര ചെയ്യുന്നത്. ഈ എലഗാളിൻ്റെ കൺസീലറിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ പാക്കേജിങ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള പാക്കേജിങ് ആണ്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ. അതേപോലെ ഞാനത് കോൺട്ര ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ബ്രോൺസ് ചെയ്യാം ഫേസ്. അപ്പോൾ ഞാൻ ഒരു കോണ്ടറിൻ്റെ മേലെയാണ് ബ്രോൺസ് ചെയ്യുന്നത്. അതേപോലെ ഹെഡിലും കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ബ്രോൺസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മളുടെ ഐബ്രോ ഫില്ല് ചെയ്യാം. ഐബ്രോ ഫില്ല് ചെയ്യുന്ന എൽഫിൻ്റെ മൈക്രോ പ്രിസിഷൻ ബ്രോ പെൻസിൽ വെച്ചിട്ടാണ്. അത് നല്ലൊരു പെൻസിലാട്ടോ, നല്ല കളർ പേ ഓഫ് ഒക്കെ ഉള്ള ഒരു പെൻസിലാണ്. ഭയങ്കര പ്രിസൈസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാനൊക്കെ പറ്റും. കുറേ നേരം എടുക്കൊന്നുമില്ല, പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് ഡാർക്ക് ബ്രൗൺ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മളുടെ അൺബ്രയിൽ ആ ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടർ ലൈൻ്റെ അടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഹുദ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്കാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഐക്കനാണ് അതിൻ്റെ ഷെയ്ഡ്. നല്ല ഇന്ത്യൻ സ്കിൻ ടോണിനൊക്കെ ചേരുന്ന ഒരു കളറാട്ടോ അത്. ഇനി ഞാൻ ഒരു ഫിനിഷിങ് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനൊരു മസ്കാര ഗേളാട്ടോ. എനിക്ക് ഫോൾസ് ലാഷസിനേക്കാളും ഇഷ്ടം മസ്കാരയാണ്. ഇത് എസൻസിൻ്റെ മസ്കാരയാണ്, നല്ല മസ്കാരയാണ്. ലെങ്തനിങ്ങും വോളിയം ഒക്കെ തരുന്ന നല്ലൊരു മസ്കാരയാണ്. എവറിഡേക്കൊക്കെ പറ്റും. ആൻഡ് ഭയങ്കര ചീപ്പുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എവറി ഡേ യൂസ് ചെയ്യാം. 6 month അല്ല വാറണ്ടി ഉള്ളൂ. ഒരു 15 ദിർഹത്തിൻ്റെ അടിയിലാണ്, അതായത് 300 ദിർഹത്തിൻ്റെ അടിയിലേ ഉള്ളൂ ഈ മസ്കാരയ്ക്ക് വരുന്നത്. സോ ഇതാണ് ആ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ലുക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു.